പെൻസിൽ ഡ്രോയിങ്ങിലൂടെ ഇഷ്ടതാരങ്ങൾക്ക് ജീവൻ നൽകുകയാണ് ഒരു അധ്യാപകൻ. കലോത്സവ നഗരിയിൽ ലൈവായി കാണികളുടെ ചിത്രങ്ങൾ വരച്ചുകൊണ്ട് പ്രേക്ഷക ശ്രദ്ധ ആകർഷിക്കുകയാണ് ഈ കലാകാരൻ. ഞാൻ കൊല്ലത്തു നിന്നാണ്. ഞങ്ങളുടെ ഒരു SRC കോളേജ് ഉണ്ട്, സ്റ്റേറ്റ് റിസോഴ്സ് കമ്മ്യൂണിറ്റി കോളേജ്. അവിടെ ഞാൻ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് അതിൻ്റെ ഒരു ക്ലാസ്സിന് വന്ന സ്ഥിതിക്ക് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഇവിടെ ഒന്ന് ലൈവ് സ്കെച്ചിനായിട്ട് ഇറങ്ങിയാണ്. അങ്ങനെ ചെയ്യുന്നൊരു ലൈവ് സ്കെച്ചാണിത്. അപ്പോൾ വന്നപ്പോഴത്തേക്ക് 1-2 പോർട്രേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഞാനിപ്പോൾ ഒരു 10-12 വർഷമാവും വരയുടെ ഫീൽഡിൽ. പക്ഷേ സജീവമായിട്ടില്ലായിരുന്നു. പല കാരണങ്ങൾ കൊണ്ടും വരയിൽ എനിക്ക് സജീവമാകാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ ഞാനത് സജീവമായി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരയും ഞാൻ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ. നമുക്കെല്ലാം പേടിയാണ്, ഉള്ളിൽ വര കിടപ്പുണ്ട്, പേടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പബ്ലിക്കായിട്ട് വന്ന് വരയ്ക്കാതെ. അപ്പോൾ കുറച്ച് നമ്മുടെ ആത്മവിശ്വാസം കൂടും. അവിടെ നമുക്ക് തെറ്റുന്നത് ആ പേടി കൊണ്ടാണ്. നല്ലതുപോലെ വരയ്ക്കാൻ അറിയാവുന്നതായിരിക്കാം, പക്ഷേ നമ്മൾ ഒരു പബ്ലിക്കിൽ വന്ന് വരയ്ക്കുമ്പോൾ വര ശരിയാവത്തില്ല. അത് പ്രധാന കാരണം പേടിയാണ്. ആ പേടി ഞങ്ങളൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പേടി മാറ്റിയെടുക്കുമ്പോൾ നമ്മുടെ സ്കില്ല് ഉള്ളിൽ കിടക്കുന്നത് പൂർണ്ണമായിട്ടും പുറത്ത് വരും. ഇവരൊക്കെ ഇപ്പം ആദ്യമായിട്ടാണ് പബ്ലിക്കായിട്ട് സ്കെച്ച് ചെയ്യാൻ ഇറങ്ങിയത്. ഞാൻ ഓൾറെഡി ഇറങ്ങുന്നുണ്ടായിരുന്നു. USKയുടെ എല്ലാ സൺഡേകളിലും ഇവൻ്റ് ചെയ്യുന്നുണ്ട് ഓൾറെഡി. ഇവർക്കും ഇവരൊക്കെ ഉള്ളിൽ നല്ല കഴിവും ടാലൻറ്റും ഉള്ളവരാണ്. ഇവരും ഞങ്ങളെ കൂടെ ഒന്ന് കൂടിയെന്നേ ഉണ്ട്. ഞങ്ങൾ ലൈവായിട്ട് ഇപ്പം ഞങ്ങളൊരു പ്രോജക്റ്റ് എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ കൊല്ലത്ത് ചരിത്ര സ്മാരകങ്ങളെല്ലാം ക്യാൻവാസിലേക്ക് പകർത്തുന്നു. അതായത് ചരിത്രം പഠിച്ചു, ചിത്രകാരൻ്റെ ഭാവനയിൽ പഴയത് എന്തായിരുന്നു ആ ഭാവനയിൽ ഞങ്ങൾ വരുത്താനായിട്ട് കുറെ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ടൂറിസത്തിനെ പ്രൊമോട്ടും കൂടെ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ട്. സ്റ്റാർട്ടിങ് ഞങ്ങൾ കൊല്ലത്തുനിന്ന് തുടങ്ങുക എന്നുള്ളതാണ്. കൊല്ലത്തെ പ്രധാന സ്ഥലങ്ങൾ, അത് കഴിഞ്ഞ് ഞങ്ങൾ മനസ്സിൽ ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. അവിടുത്തെ സാഹിത്യകാരന്മാർ, അതുപോലെ തന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്, അവരെ ഞങ്ങൾ കൊണ്ടുവന്നുണ്ട്. അതുപോലെ നേരെ ഓരോ ജില്ലകളും ഞങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം കൂടാണ്. ചിത്രങ്ങൾ കൊണ്ട് കൊല്ലത്തിൻ്റെ ചരിത്രം പറയാൻ ഒരുങ്ങുകയാണ് ഈ അധ്യാപകൻ. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ സുരേഷിനൊപ്പം ശ്രുതി D, അമൃത ന്യൂസ്.